ഹായ് വെൽക്കം ടു ഡെയറിങ് സൂര്യ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ ഇടുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ഗോസ്റ്റ് വീഡിയോ. സോ ആ ഒരു ടൈപ്പ് വീഡിയോ അല്ല ഇത്. സോ ഇത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള, വേണമെങ്കിൽ ഒരു കൂളി മൂവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇത് വന്നിട്ട് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഇത് വന്നിട്ട് റിവ്യൂ അല്ല, മറിച്ച് ഒരു പടം എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെ പറ്റി പറയുന്നൊരു വീഡിയോ ആയിരിക്കും. കേൾക്കുമ്പോഴേ തോന്നുമ്പോൾ ഒരു പടം എങ്ങനെയാണ് കാണുന്നതെന്ന്. അതെ, ഒരു പടത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്നും ഉള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ്. സോ മിനിയാന്നാണ് പടം റിലീസ് ചെയ്ത് കൂളി. പടം ഇറങ്ങിയിട്ട് ഈ പടത്തെക്കുറിച്ച് വന്നിട്ട് മാക്സിമം നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്, നെഗറ്റീവ് റിവ്യൂസാണ് കൂടുതലും വരുന്നത്. ബട്ട് ആ നെഗറ്റീവ് റിവ്യൂസ് എങ്ങനെയാണ് വരുന്നത്, എന്ത് പറഞ്ഞിട്ടാണ് ആ നെഗറ്റീവ് റിവ്യൂസ് വരുന്നത്, എന്ത് പറഞ്ഞിട്ടാണ് ആ നെഗറ്റീവ് റിവ്യൂകൾ വീഡിയോസ് ഓരോരുത്തർ അപ്ലോഡ് ചെയ്യുന്നത്, കാട്ടിയിരുന്നുകൊണ്ടും മറ്റേ സ്ട്രീമിങ്ങിൽ കൂടെയും ഏസ് റൂമിനകത്ത് ഇരുന്നിട്ടും കാറിനകത്ത് ഇരുന്നിട്ടും പല സ്ഥലത്തിരുന്നിട്ട് ഇതിന് റിവ്യൂ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ റിവ്യൂ ചെയ്തോ പ്രോബ്ലം ഇല്ല, ബട്ട് അത് എന്ത് പറഞ്ഞിട്ടാണ് ആ പടത്തിന് റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സോ അതാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഹൗ ടു വാച്ചിങ് എ മൂവി. തുടങ്ങാം. ഫസ്റ്റ് ഒരു കാര്യം പറയാം, ഞാൻ വന്നിട്ട് രജനീകാന്തിൻ്റെ ഫാനല്ല. ഓക്കെ, ഞാനിവിടെ പറയാൻ പോകുന്നത്, ഒരു പടത്തെ നമ്മളൊരു കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പടത്തിനെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ അതിനും ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം വേണം. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിലുപരി വന്നിട്ട് നമ്മൾ പറയുന്നതിന് എന്ത് വച്ചിട്ടാണ് നമ്മൾ പറയുന്നതെന്നുള്ള സംഭവമുണ്ട്. അവിടെയാണ് ഈ പടത്തിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത എല്ലാ ആൾക്കാരും ഒരേ ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് പെർസെൻറ്റേജ് മാത്രം നോർമലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോ തന്നെ പോകുന്ന വഴിക്ക് പറയാം. കൂളി രജനീകാന്ത് അഭിനയിച്ച ഈ പടത്തിൻ്റെ ഡയറക്ടർ ലോകേഷ് കനകരാജാണ്. സോ ലോകേഷ് കനകരാജ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. സോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഹാനഗരം വേറെ ലെവൽ ഒരു ഹിറ്റ് മൂവിയാണ്. അതിനുശേഷം വന്നിട്ട് കൈദി, സോ അറിയാം നിങ്ങൾക്ക്, സൂപ്പർ പടം തന്നെയാണ്. അതിനുശേഷം വന്നിട്ട് മാസ്റ്റർ, ലിയോ, പിന്നെ വിക്രം. സോ ഈ പടങ്ങളെല്ലാം എടുത്തതിന് ശേഷം 6ാമത്തെ ചിത്രമാണ് ഈ പറയുന്ന കൂളി. ഈ 5 പടം എടുത്ത ഒരാൾക്ക് 6ാമത്തെ പടം എങ്ങനെ എടുക്കണമെന്നുള്ളത് അറിയത്തില്ലായിരിക്കും. കാരണം ഈ റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് പടം എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പടത്തിൽ വന്നിട്ട് സീൻ കാണിക്കേണ്ടത്, എങ്ങനെയാണ് സ്ക്രീൻ പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോറി എഴുതേണ്ടത്. ആര് 150 രൂപ കൊടുത്ത് പടം തിയേറ്ററിൽ കാണാൻ പോകുന്ന അവരാണ് ഈ പടം, ഈ കോടികൾ മുടക്കി പടം എടുക്കുന്നവരോട് പറയുന്നത് എങ്ങനെ പടം എടുക്കണം എന്നുള്ളത്. ഓക്കെ, വിട്ടേക്ക്. സോ ഈ എന്താ സംഭവം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വെയിറ്റ്. സോ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസണേ വന്നിട്ട്, ഒരു പടം, ആ പടത്തിനെ, ഒരു പടം കണ്ട് ആ പടം റിലീസാവുന്നു, ആ പടത്തിനെ കണ്ടിട്ട് ആ പടത്തിനെ വന്നിട്ട് വിമർശനങ്ങൾ പല രീതിയിൽ വരും. ഓക്കെ, അത് പ്രോബ്ലം ഇല്ല, ആ പടത്തിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. സോ എല്ലാവരും പറയുന്ന പോലെ ഞാൻ പൈസ കൊടുത്ത് കാണുന്നതാണ്, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഫ്രീഡം ഓഫ് സ്പീച്ച്. നീ പറഞ്ഞോ, പടം കാണുക, പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞോ, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ആ പറയുന്ന നെഗറ്റീവ് എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഇവിടുത്തെ പ്രോബ്ലം. ഞാൻ 1 by 1 ആയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ വച്ചുകൊണ്ട് തന്നെ ഞാൻ സംഭവം പറയാം. അതിൽ ഇവർ പറയുന്ന ആദ്യത്തെ സംഭവം നെഗറ്റീവ്, ലോകേഷിൻ്റെ പഴയ പടങ്ങൾ പോലെയല്ല ഈ ചിത്രം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകേഷ് ഇതിനു മുൻപ് വന്നിട്ട് പല പടങ്ങൾ എടുത്തിട്ടുണ്ട്. വിക്രം, ലിയോ, മാസ്റ്റർ, മഹാനഗരം, കൈദി, ഇതുപോലത്തെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം വരണം എന്ന് ആർക്കിത്ര നിർബന്ധം ആർക്കാം? ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകേഷിൻ്റെ പഴയ പടങ്ങൾ പോലെ അല്ല ഈ ചിത്രം എന്ന് പറയുമ്പോൾ നീയൊക്കെ അത്രയും മാത്രമേ പോയി തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോകേഷ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മെയിൻ ഒരു തീമേ അല്ലെങ്കിൽ ഒരു സിമ്പലേ എന്ന് പറയുന്നത് തന്നെ ഗ്യാങ്സ്റ്റർ മൂവി, 2 ഡ്രഗ്സ്, മറ്റേ ഈ സ്വർണ്ണക്കടത്തുകൾ, ഇതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പിടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കാണിക്കുന്നതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഒരു ട്രാക്ക് തന്നെ. ഈ 2 ട്രാക്കും ഈ പടത്തിലുണ്ടല്ലോ. സോ അപ്പോൾ പിന്നെ എവിടെ ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ട് ഇത് മിസ്സിങ് ആയത്? അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മിസ്സിങ് എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അതെ, അതിലോട്ട് വരാം. സോ അപ്പം ഈ ലോകേഷിൻ്റെ പടങ്ങൾ ഇതിന് മുൻപത്തെ പടങ്ങൾ പോലെ അല്ല ഈ ചിത്രം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇത് വന്നിട്ട് ഡിഫറൻ്റ് ആകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സീന്, ഒരേ ഒരു സീൻ, ഇത്ര സെക്കൻഡുള്ള ഒരു സീൻ ഞാൻ പറയാം. ഒരു സീൻ, ഒരാൾ നിൽക്കുന്നു, ഒരുത്തൻ വന്നിട്ട് കത്തി കൊണ്ട് കുത്തുന്നു. ഈ സീൻ വന്നിട്ട് പല തരത്തിലെടുക്കാം. എമോഷണലായിട്ട് എടുക്കാം,
ഡ്രാമാറ്റിക്കായിട്ട് എടുക്കാം, ക്ലാസിക്കായിട്ട് എടുക്കാം, പക്ക ഒരു ബ്രൂട്ടലായിട്ട് എടുക്കാം, പല രീതിയിലെടുക്കാം. ഇത് എങ്ങനെ കാണിക്കണം എന്നുള്ളത് ഡയറക്ടറിൻ്റെ മൈൻഡ് സെറ്റ് അല്ലേ. ഇതെങ്ങനെ കാണിക്കണം എന്നുള്ളത് ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞാൻ ഇതിനു മുൻപ് വന്നിട്ട് എമോഷണലായിട്ടാണ് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതേ സീൻ വന്നിട്ട് 10 പടത്തിലും വന്നിട്ട് എനിക്ക് അതേ എമോഷണൽ കാണിക്കാൻ പറ്റൂ. ഇത് വന്നിട്ട് ഡയറക്ടർ ഒരു കാര്യം ഒന്ന് ഡിഫറൻ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന കുഴപ്പമാണ്. പഴയ പടത്തിൽ ഇത് ഇങ്ങനെയല്ല കാണിച്ചു, ഇതിലെന്ത് ഇങ്ങനെ പഴയ ലോകേഷ് അല്ല ഇത്. അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു ഡയറക്ടർ എന്ന് പറയുന്ന നിലയിൽ പുള്ളിക്കാരനാണെങ്കിൽ ഒരു പടത്തിൽ നിന്നും അടുത്ത പടത്തിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻറ്റ്, കാരണം അങ്ങേര് ചെയ്യുന്ന എല്ലാ പടവുമേ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഡ്രഗ്സ്, മാഫിയ, ഗാങ്സ്റ്റർ ഇങ്ങനെ ടൈപ്പിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അടുത്ത പടത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്ന നമ്മളാണത് അക്സെപ്റ്റ് ചെയ്തത്. കാരണം നമ്മൾ ഇതിനു മുൻപ് കണ്ടുവച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, അതിലോട്ട് വരാം എനിക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറയുന്ന സെയിം പോയിന്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പടത്തിനെക്കുറിച്ചല്ല റിവ്യൂ പറയുന്നത്, ഇതിന് മുൻപ് എടുത്തു വെച്ചിരിക്കുന്ന പടത്തിനെ കമ്പയർ ചെയ്താണ് ഈ പടം നെഗറ്റീവ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മണ്ടത്തരം. ഇതിനു മുൻപത്തെ പടങ്ങളിലൊക്കെ ക്യാരക്ടർ പുഷ് എന്ന് പറയുന്നത്, അതായത് മെയിൻ ഹീറോ രജനീകാന്ത്, അതിനുശേഷമുള്ള മറ്റ് ക്യാരക്ടറൈസ് വരുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ പുഷ് വന്നിട്ട് ഈ പടത്തിൽ പോരാ. ഉദാഹരണത്തിന് വിക്രം സിനിമയിൽ വിജയ് സേതുപതി ഉണ്ട്, റോളക്സ് ആയിട്ട് വന്നിട്ടുള്ള സൂര്യ ഉണ്ട്. സോ ഇവരുടെയൊക്കെ ഫാസിലുണ്ട്. ഇവരുടെയൊക്കെ ക്യാരക്ടർ പുഷ് ചെയ്യുന്ന രീതിയും അവരുടെ ക്യാരക്ടർ ആ പടത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെപ്ത്ത്, ബാക്ക്ഗ്രൗണ്ട് ഡെപ്തും ഈ പടത്തിൽ മിസ്സാകും. കാരണം ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്, ഇതൊരു ലോകേഷിൻ്റെ യൂണിവേഴ്സിൽ പെട്ടൊരു പടമല്ല. ഈ കൂളി എന്ന് പറഞ്ഞ ചിത്രം ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. ഇത് വന്നിട്ട് LCUവിൽ പെട്ട ഒരു പടമല്ല. നിങ്ങൾ വീണ്ടും അവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. അതായത് കൂളി എന്ന് പറയുന്ന ചിത്രം ഒരു രജനീകാന്തിൻ്റെ മൂവിയാണ്, അതൊരിക്കലും വന്നിട്ട് ഒരു യൂണിവേഴ്സിൽ പെട്ട പടമല്ല. സോ LCU എന്ന് പറയുന്ന ലോകേഷിൻ്റെ ഒരു യൂണിവേഴ്സ്, ഈ യൂണിവേഴ്സിൽ പെട്ട പടമാണ് വിക്രം, ലിയോ, കൈദിയൊക്കെ. ഇതിൽ വിക്രം സിനിമയിൽ വന്നിട്ട് മൾട്ടി സ്റ്റാർസ് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ സൂര്യ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, കമൽഹാസൻ, ഇവരെല്ലാം തന്നെ ആ പടത്തിലുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ വിജയ് സേതുപതി കാണിക്കുന്നു, അല്ലെങ്കിൽ റോളക്സിനെ കാണിക്കുന്നു, സൂര്യയെ കാണിക്കുന്നു, ഫഹദ് ഫാസിലിനെ കാണിക്കുന്നു, കമൽഹാസനെ കാണിക്കും. ഇവർക്ക് ഓരോരുത്തർക്കും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് വൻ ഡെപ്ത് സീൻസ് ഉണ്ട്. കാരണം അതൊരു യൂണിവേഴ്സാണ്, അതൊരു സെപ്പറേറ്റ് ഒരു LC എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കൂടെ പോകുന്നൊരു പടമാണത്. അത് അവിടെ കൊണ്ട് തീരുന്ന സംഭവമല്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ പടത്തിൽ വിജയ് സേതുപതി ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, ആരെ കാണിക്കുമ്പോഴും ഒരു ഗൂസ് ബംസ് വരുന്നുണ്ട്. ആ പടം തീർന്നാൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. കാരണം അടുത്ത ലോകേഷിൻ്റെ LCയിൽ വരുന്ന പടത്തിൽ ഇവരെങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സീൻസ് എങ്ങനെയായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതാണ് LC എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അതാണ് ഈ ലോകേഷിൻ്റെ യൂണിവേഴ്സ്. അതൊരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് ഇതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? കാരണം സ്റ്റാൻഡ് അലോൺ മൂവി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ, ഈ കൂളി എന്ന് പറയുന്ന ചിത്രം, ഈ ഒരു പടം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വന്നിട്ട് രജനീകാന്തിൻ്റെ ഒരു ഫിലിമാണ്. ഇതിൽ വേറെ ആര് വന്നാലും, ഏത് ക്യാരക്ടർ ഉള്ളിൽ ആടായാലും, അത് വന്നിട്ട് ജസ്റ്റ് രജനീകാന്തിനെ ഒന്ന് ടോപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ക്യാരക്ടറൈസ് ആയിരിക്കും. ഇതിൽ വന്നിട്ട് ഉപേന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, നാഗാർജുനുണ്ട്, ലാസ്റ്റ് വരുന്ന അമീർ ഖാനുണ്ട്. ഇവരെല്ലാവരും തന്നെ രജനീകാന്തിനെ പുഷ് ചെയ്ത് മേലോട്ട് കൊണ്ടുപോകാനും രജനീകാന്തിൻ്റെ ആ ഒരു സ്വാഗ് കാണിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സാണ്. അവർക്ക് വന്നിട്ട് ഒരു ഡെപ്ത് സീൻസും കാണത്തില്ല. അവരെ കാണിക്കുമ്പോൾ പോലും ഒരു ഗൂസ് ബംസ് ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ പിന്നീട് വന്നിട്ട് അത് കണ്ടിന്യൂ ആകത്തില്ല. അതൊരു ലിമിറ്റുണ്ട്. കാരണം അതൊരു രജനീകാന്ത് ഫിലിമാണ്, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. ഒരിക്കലും വന്നിട്ട് 2-2.5 മണിക്കൂറുള്ള ഫിലിമിൽ വന്നിട്ട് 5-6 ക്യാമറ റോളിൽ ആഡ് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും വന്നിട്ട് സെപ്പറേറ്റ് കാണിച്ചിട്ട് അവർക്കൊരു ഗൂസ് ബംസ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്, അത് LC, അതൊരു യൂണിവേഴ്സാണ്. അത് അവിടെ കൊണ്ട് തീരുന്നില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അടുത്തത് ഇതാണ് ഏറ്റവും കൂടുതൽ പേരും പറയുന്ന ഒരു സംഭവം. അമീർ ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇതിനകത്ത് ലാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഉണ്ട് അവസാനത്തെ. അമീർ ഖാനെ കൊണ്ടുവന്ന് നശിപ്പിച്ച് ആ പുള്ളിക്കാരനെ വില തന്നെ കളഞ്ഞ് ചുമ്മാ വെറുതെ ഒരു ബീഡിയൊക്കെ കൊടുത്തുവിട്ട്, നിനക്ക് ഒരു പടം എങ്ങനെ കാണണം, അല്ലെങ്കിൽ ആ പടത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നാണ് ഇതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം തന്നെ. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ വിക്രം സിനിമയിൽ വന്നിരിക്കുന്ന ക്യാമിയോ റോൾസ്, അത് ക്യാമിയോ റോൾസ് അല്ല, അത് മുഴുനീളം പടത്തിലുള്ള ഒരു
ക്യാരക്ടേഴ്സാണ്. എന്നിരുന്നാലും പറയുക മനസ്സിലാവാൻ വേണ്ടിയിട്ട്, വിക്രം സിനിമയിൽ വന്നിരിക്കുന്ന ക്യാമിയ റോളുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് വന്നിട്ട് അവർക്കൊരു ജോലിയുണ്ട്. അവർക്കൊരു ആ പടത്തിൻ്റെ ആ പടത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവമുണ്ട്. ആ പടത്തിനെ മാക്സിമം പുഷ് ചെയ്തുകൊണ്ട് എവിടം വരെ കൊണ്ട് എത്തിക്കാൻ പറ്റുമോ അവിടെ വരെ കൊണ്ട് എത്തിക്കാനാണ് അവരുടെ ജോലി. സോ അവർക്ക് ഓരോരുത്തർക്ക് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെപ്ത് ഉണ്ട്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഓരോരുത്തർക്ക് സ്റ്റോറി ഉണ്ട്. ആ പടം വന്നിട്ട് തീർന്നാലും ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ആവും. അതാണ് ഈ LCU അല്ലെങ്കിൽ ലോകേഷിൻ്റെ യൂണിവേഴ്സിൽ പെട്ട ക്യാരക്ടേഴ്സിൻ്റെ സംഭവം. ഞാൻ ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞ കൂളി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു എക്സാമ്പിൾ ഉപേന്ദ്ര അല്ലെങ്കിൽ നാഗാർജുന ഈ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് രജനീകാന്ത് പറഞ്ഞ ക്യാരക്ടറിനെ എത്രത്തോളം മാക്സിമം പുഷ് ചെയ്ത് ഓഡിയൻസിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ലിമിറ്റുണ്ട്. ഈ നാഗാർജുന പറഞ്ഞ ആൾക്ക് ലിമിറ്റുണ്ട്, ഈ ഉപേന്ദ്ര പറഞ്ഞ ആ ക്യാരക്ടറിനും ലിമിറ്റുണ്ട്. ആ ലിമിറ്റേഷനിൽ അവരെ നിർത്തിയാൽ മാത്രമേ രജനീകാന്തിനെ ആ പടത്തിൽ കൊണ്ട് മാക്സിമം പുൾ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് 2.5 മണിക്കൂർ പടമാണ്. ഇത് വന്നിട്ട് ഒരു രജനീകാന്ത് മൂവിയാണ്, നോട്ട് എ യൂണിവേഴ്സ്, നോട്ട് ഇത് വന്നിട്ട് ഒരു LCU അല്ല ഇത്. സോ വരുന്ന ഓരോ ക്യാരക്ടറിനും ഒരു ലിമിറ്റുണ്ട്, മനസ്സിലായോ? അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇപ്പം ഈ അമീർ ഖാൻ്റെ കാര്യത്തിൽ അമീർ ഖാൻ വന്നിട്ട് ഈ പടത്തിൽ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ക്യാമിയ റോൾ മാത്രം. അത് ക്യാമിയ റോൾ എന്ന് ഒന്നും പോലും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള കാരണം ഇതിനു മുൻപ്, സോ ഇനി അപ്കമിങ് വരാൻ പോകുന്ന ലോകേഷിൻ്റെ ഒരു ഹിന്ദി പടമുണ്ട്, അതിൽ അമീർ ഖാനാണ് ഹീറോ. സോ അങ്ങനെ ലോകേഷ് പോയിട്ട് സംസാരിച്ചിട്ട് അമീർ ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇതിലോട്ട് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് അതും ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ, വിക്രം സിനിമയിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ എന്തിനാണ് വന്നതെന്നുള്ളത് മുൻപേ പറഞ്ഞു. കൂളി സിനിമയിൽ ഉപേന്ദ്ര നാഗാർജുന ഉള്ള ക്യാരക്ടർ വന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു. അമീർ ഖാൻ ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നതിൻ്റെ കാരണം അമീർ ഖാൻ്റെ ബ്രാൻഡ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് രജനീകാന്തിൻ്റെ സ്വാഗ് കാണിക്കാൻ. സിമ്പിൾ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അമീർ ഖാൻ്റെ ബ്രാൻഡ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് രജനീകാന്തിൻ്റെ സ്വാഗ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അമീർ ഖാനെ കൊണ്ടുവന്നത്. ഇത് അമീർ ഖാൻ അറിയത്തില്ല. അമീർ ഖാൻ കണ്ണും പൂട്ടിയാണ് പടത്തിൽ വന്ന് അഭിനയിച്ചത്. ഇപ്പം എന്നെ പോലെ ഉള്ളവർ ഇതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് കോമാളിത്തരം കാണിപ്പിച്ചു, ഇതൊന്നും അമീർ ഖാൻ അറിയത്തില്ല. അമീർ ഖാന് വ്യക്തമായിട്ട് ധാരണയുണ്ട് ഇത് രജനീകാന്തിൻ്റെ സ്വാഗ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പം മനസ്സിലായോ? വിക്രം സിനിമയിൽ വരുന്ന വിജയ് സേതുപതി ആയിക്കോട്ടെ, റോളക്സ് സൂര്യ ആയിക്കോട്ടെ, അവരെ പോലെ ഒരു ഡെപ്ത് ഈ പടത്തിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ക്യാമിയ റോളിൽ കിട്ടാത്തത് മനസ്സിലായോ? കാരണം ഇവിടെ ഒരു ഹെഡുണ്ട്. ഒരു രജനീകാന്ത് ഒരു ഫിലിമാണിത്. ഇത് നോട്ട് എ യൂണിവേഴ്സ്, ഇതൊരു LCU അല്ല. വീണ്ടും ഞാൻ രജിസ്റ്റർ ചെയ്യുക. അടുത്തത് കൂളി വന്ന ചിത്രത്തിൻ്റെ നെഗറ്റീവ് പറയാനുള്ള അടുത്ത കാരണം, പടത്തിൽ ഗൂസ് ബംസ് പോരാ. ഈ അടുത്ത് കണ്ട പടങ്ങളിലൊക്കെ ഏത് പടത്തിലായിരിക്കും സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഗൂസ് ബമ്പ് കണ്ട ഒരു പടം എന്ന് പറയാം? കേൾക്കട്ടെ. ഇല്ല, ഞാൻ പറഞ്ഞാൽ ഒന്ന് താഴെ ഒന്ന് ആരെയും കമൻറ്റ് ഇടുമോ? ഈ അടുത്ത് ഇറങ്ങിയ പടങ്ങളിൽ വെച്ചിട്ട് ഗൂസ് ബംസ് പറഞ്ഞ സാധനം സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഏത് പടത്തിനാണ് വന്നിരിക്കുന്നത്? ഒന്ന് പറയാം ആർക്കെങ്കിലും, ഏത് പടം അങ്ങനെ ഉള്ളത്? ഈ ഗൂസ് ബംസ് എന്ന് പറഞ്ഞ സാധനം ഒരു പടത്തിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നോൺ സ്റ്റോപ്പായിട്ട് കാണിക്കാൻ പറ്റിയൊരു സാധനമല്ല. ഒരിടത്ത് ഡയറക്ടർ ചിലപ്പം സീന് സ്ലോയിൽ കൊണ്ടുപോയിട്ട് അടുത്ത സീൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗൂസ് ബംസ് ക്രിയേറ്റ് ആകും. ഇൻ കേസ് ക്രിയേറ്റ് ആയില്ലെങ്കിൽ പോലും ഡയറക്ടർ വിചാരിച്ചെടുത്ത് ആ സീൻ ഗൂസ് ബംസ് ആയിട്ടില്ലെങ്കിൽ പോലും അതിന് തൊട്ട് മുൻപിലത്തെ ഈ സ്ലോയിൽ പോയുള്ള സാധനം ഉണ്ടല്ലോ, ആ ഒരു സീൻസ് ഉണ്ടല്ലോ, അത് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ആ ഗൂസ് ബംസ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സീനുകളിൽ വന്നിട്ട് നമുക്ക് ഗൂസ് ബംസ് ക്രിയേറ്റ് ആകും. സോ മനസ്സിലാവുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ചില സ്ഥലങ്ങളിൽ വാണ്ടഡായിട്ട് തന്നെ ചില സിനിമകളിലെ സീനുകൾ വന്നിട്ട് പുൾ ഔട്ട് ചെയ്യും. അതിന് കാരണം അതിൻ്റെ അടുത്ത സീൻസ് വന്നിട്ട് കാണുമ്പോൾ രോമാഞ്ചം കൊള്ളാൻ വേണ്ടിയിട്ട് ഒരിടത്തൊന്ന് ഡൗൺ ആയാൽ മാത്രമേ അടുത്തടുത്ത് വന്നിട്ട് ഒരു കയറ്റം വരത്തുള്ളൂ. അത് ശരിക്കും നമുക്ക് വന്നിട്ട് എഫക്റ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചില ഡയറക്ടേഴ്സ് അങ്ങനെ കാണിക്കാറുണ്ട്. ലോകേഷ് ഈ പടത്തിൽ വന്നിട്ട് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല, കാരണം അതെനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ലോകേഷ് കനകരാജ് വന്നിട്ട് ഈ ഒരു പടത്തിൽ
ഗൂസ് ബംസ് കാണിച്ചിട്ടില്ല എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. കാരണം ഇതിലുള്ള കാണിച്ചിരിക്കുന്ന ഗൂസ് ബംസ് സീനുകൾ വന്നിട്ട് ഞാൻ ഈ ഇടക്കാലത്ത് കണ്ടതിൽ മികച്ച വൺ ഓഫ് ദ ബെസ്റ്റ് ഗൂസ് ബംസ് സീൻ ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരി ലെവലാണ്. അത് ലാസ്റ്റ് പറയാം, അവസാനം പറയാം. സോ ഇപ്പോൾ ഒരു പുഴയിൽ കൂടെ വന്നിട്ട് വെള്ളം ഒഴുകി പോകുന്നു. ചെറുതായിട്ട് ഒരു പൊടിക്ക് കുറച്ച് വെള്ളം പോകുന്നുള്ളൂ, ഒരു പൊടിക്ക് വെള്ളം പോകുന്നുള്ളൂ എന്ന് വെച്ചോ. അതാണ് പടം. പോയി വന്നിട്ട് അതിനൊരു എൻഡ് കാണും, ആ പുഴയ്ക്ക് ഒരു എൻഡ് കാണും. അവിടെ ആയിരിക്കും ഈ വെള്ളങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കര വെള്ളച്ചാട്ടമായിട്ട് ഒന്നിച്ച് വന്ന് പതിക്കുന്നത്. ആ വെള്ളച്ചാട്ടത്തിനൊരു പവർ കാണും. അതാണ് ഗൂസ് ബംസ്. ഈ വെള്ളച്ചാട്ടം വന്നിട്ട് ഈ എല്ലാ പുഴയിലും ഈ പുഴയുടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടം കാണുമോ? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പുഴയ്ക്കൊരു മര്യാദയുണ്ട്, അത് കിട്ടത്തില്ല. വെള്ളച്ചാട്ടത്തിനൊരു മര്യാദയുണ്ട്, അതും കിട്ടത്തില്ല. സോ ഗൂസ് ബംസ് പറയുന്ന സാധനം കാണിക്കേണ്ടടുത്ത് കാണിക്കണം, കാണിക്കേണ്ടാത്ത സ്ഥലത്ത് കാണിക്കാനും പാടില്ല. അത് ഡയറക്ടർ അറിയാം. എനിക്ക് ഗൂസ് ബംസ് വന്നില്ല, നിനക്കെന്തായാലും ഇപ്പോൾ തീ കത്തിക്ക് തിയേറ്ററിൽ പോയിരുന്നിട്ട് ഗൂസ് ബംസ് വരുന്നില്ലെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. അത് കാണിക്കേണ്ടടുത്ത് പ്രോപ്പറായിട്ട് കാണിക്കുകയും ചെയ്യും. ഈ പറയുന്ന വിക്രം സിനിമയിൽ പോലും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു കോപ്പ് എനിക്ക് ഫീലായില്ല, ഈ പറയുന്ന കമലഹാസൻ വരുന്നത് വരെ. സോ അത് സ്ലോയിലെ പടം പോയത് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വിക്രം സിനിമ താഴ്ത്തി പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കൂളിയെ പൊക്കി പറയാൻ പറ്റൂ? അത് ഞാൻ പറഞ്ഞാലും അതും തെറ്റാണ്, ഞാൻ പറയുന്നതും തെറ്റ് തന്നെയാണ്. സോ ഈ ഗൂസ് ബംസ് സീനിൻ്റെ കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ആണ് മെയിൻ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു സാധനം. LCU അല്ല ഈ പടം. കൂളി എന്ന് പറഞ്ഞ പടം LCU അല്ല. വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. നിന്നോട് LCU ആണെന്ന് ഡയറക്ടർ പറഞ്ഞായിരുന്നു? നിന്നോട് ഈ പടം വന്നിട്ട് LCU ആണെന്നുള്ള പടത്തിൻ്റെ പ്രൊഡക്ഷൻ ടീം പറഞ്ഞായിരുന്നു? അല്ല രജനീകാന്ത് പറഞ്ഞായിരുന്നു? ഈ പടം വന്നിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്ന് പടം എടുക്കുന്നതിന് മുന്നേ 2 വർഷം മുന്നേ തന്നെ ലോഗി പറയുന്നുണ്ട് ഈ പടം വന്നിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്നുള്ളത്. എന്നിട്ടും ഈ പടം വന്നിട്ട് LCU എന്ന് പറഞ്ഞ് പൊങ്ങി അടിച്ച് ഹൈപ്പ് കയറ്റി നടന്നത് നീ. പടം ഇറങ്ങിക്കഴിഞ്ഞ് LCU അല്ലാത്തപ്പോൾ അതിനെ കുറ്റം പറഞ്ഞു നീ തന്നെ. ഇവിടെ ശരിക്കും വന്നിട്ട് മണ്ടൻ ആരാവുന്നേ? പടം എടുത്ത ഡയറക്ടറാണോ അതോ ഈ പടം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പടത്തിന് ആവശ്യമില്ലാത്ത ഹൈപ്പ് കയറ്റി വിട്ട നിങ്ങളാണോ? LCU ആണെന്ന് പറഞ്ഞിട്ട്. ഒരു സിമ്പിൾ സീൻ പറഞ്ഞുതരാം. ട്രെയിലറിൽ രജനീകാന്ത് ഒരു പെട്ടി ചുമന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പെട്ടി ചുമന്ന് പോകുന്ന സീനി വരെ L ഇട്ട് C ഇട്ട് U ഇട്ടിട്ടുണ്ട്. LCU ഇത് സിംബോളിക്കായിട്ട് ലോഗി കാണിക്കുകയാണെന്ന്. ഇതൊരു കോമഡിയാണ്, കാണിച്ചതും കോമഡി ഫണ്ണായിട്ടാണ് ആ ഫോട്ടോ വന്നതും. ബട്ട് ആ ഹൈപ്പിൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത് ഹൈപ്പ് വന്നിട്ട്? ലോകേഷ് വന്നിട്ട് ഇതൊരു LCU അല്ലെന്ന് പറഞ്ഞിട്ടും ഇതിന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസ് തന്നെയാണ്. സോ ഓഡിയൻസ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന സാധനം ആ പടത്തിൽ വരണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനു മുന്നേ എത്ര പടങ്ങൾ വന്നിട്ടുണ്ട്? ഇതിനു മുന്നേ എത്ര പടം വരാൻ പോകുന്നുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരു പടത്തിൽ വന്നിട്ട് ഞാൻ വിചാരിക്കുന്ന സാധനം ഈ പടത്തിൽ വരണം എന്ന് നിങ്ങൾ വാശി പിടിച്ച് പോയി പടം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കോമാളി നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു പടത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന സാധനം വരണമെന്ന് നിർബന്ധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ലോകേഷ് ആൾറെഡി പറഞ്ഞ കാര്യമാണ് ഇത് LCU അല്ലെന്ന് പറഞ്ഞ് തീർത്തൊരു കാര്യത്തിൽ വന്നിട്ട് വീണ്ടും ഇത് LCU എന്നൊരു ഹൈപ്പ് കയറ്റി വെച്ചിട്ട് പടം കണ്ടിട്ട് LCU അല്ല എന്ത് കാണിച്ചു വെച്ചേക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞ് പോകുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറ. അടുത്തത് വിക്രം സിനിമയിൽ സൂര്യയുടെ ക്യാരക്ടർ റോളക്സ് അവസാനം ഒരു 10 മിനിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ 10 മിനിറ്റ് അതിൻ്റെ എഫക്റ്റ് പോലും ഇല്ല ഈ കൂളി എന്ന് പറഞ്ഞ മുഴുനീള ചിത്രത്തിന് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ നെഗറ്റീവ് ഒളികളുണ്ട്. അതായത് ഈ റോളക്സിൻ്റെ 10 മിനിറ്റ് സീനുണ്ടല്ലോ അത് വരുന്നുണ്ട്. അതായത് ലോകേഷിൻ്റെ അപ്കമിങ് പ്രോജക്റ്റിലൊരു പ്രോജക്റ്റാണ് റോളക്സ് സ്റ്റാൻഡ് അലോൺ മൂവിയായിട്ട് ഒരു പടം വരുന്നുണ്ട്. ഈ വിക്രം സിനിമയിൽ അവസാനം ഒരു 10 മിനിറ്റ് കാണിച്ച റോളക്സിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ അതൊരു മുഴുനീള ചിത്രമായിട്ട് വരുമ്പോൾ എത്രമാത്രം ഗൂസ് ബംസ് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴും പറയാം, ആ വിക്രം സിനിമയിൽ അവസാനം കിട്ടിയ ആ ഒരു രോമാഞ്ചം, ആ ഒരു ഫീല് ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കിട്ടേണ്ടടുത്തേ കിട്ടത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ ഗൂസ് ബംസ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരുന്ന ഒരിക്കലും കിട്ടത്തില്ല, കിട്ടാനും പോകുന്നില്ല. അതാണ് പടം. സോ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പടം വന്നിട്ട് നെഗറ്റീവ്, ഈ പടം വന്നിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. സോ എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ 150 രൂപ കൊടുത്ത് ഈ കൂളി എന്ന് പറഞ്ഞ പടം കാണാൻ പോയി. 150 രൂപ.
എനിക്ക് ഈ പടം കണ്ടിട്ട് പടത്തിൽ പോരായ്മകളുണ്ട്. അത് എങ്ങനെ പറയണം എന്നുള്ളത് ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. പടത്തിൽ നെഗറ്റീവ് ഉണ്ട്, പോരായ്മകളുണ്ട്. ബട്ട് ആ പടം വന്നിട്ട് എനിക്ക് ആ പടത്തിൻ്റെ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ട്. അത് പടത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. ഈ 2 സംഭവം മതി എൻ്റെ 150 രൂപ എനിക്ക് വർത്താണ്. ഇനി ഞാൻ സാറ്റിസ്ഫൈ ആണ്, ഞാൻ കംപ്ലീറ്റ്ലി വന്നിട്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ആ 2 സംഭവം മാത്രം മതിയായിരുന്നു എനിക്ക് ആ കൊടുത്ത 150 രൂപയ്ക്ക് വർത്താകാൻ. അതൊരു മൈൻഡ് ബ്ലോയിങ്, ഒരു 1.5 ഒരു തീ സാധനമാണ്. ഈ അടുത്ത് കണ്ടതിൽ വെച്ച ദ ബെസ്റ്റ് ഐറ്റമാണ് ആ ഫ്ലാഷ് ബാക്ക് സീൻസ് എന്നൊക്കെ പറയുന്നത്. അത് വേറെ ലെവൽ ഒരു മൈൻഡ് ബ്ലോയിങ് സാധനമായിരുന്നു. സോ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇനി അടുത്തത്, ഒരു പടത്തെ എങ്ങനെ കാണണം, അതാണല്ലോ ഈ സംഭവത്തിൻ്റെ മെയിൻ ടോപ്പിക്ക്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഒരു സീനുണ്ടല്ലോ, ഒരു വില്ലനെ ഒരു ഹീറോ കത്തി കൊണ്ട് കുത്താൻ വരുന്നു. മുമ്പേ പറഞ്ഞ സീനത്തെ കുത്തി എന്ന് പറഞ്ഞത് അത് വേറൊരു എക്സാമ്പിൾ, ഇത് വേറൊരു എക്സാമ്പിൾ. ഒരു വില്ലനെ ഒരു ഹീറോ കത്തി കൊണ്ട് കുത്താൻ വരുന്നു. ജസ്റ്റ് അടുത്തുകൊണ്ട് വച്ചിട്ട് കുത്തിയിട്ടില്ല, കത്തി താഴെ ഇട്ടിട്ട് ഹീറോ നടന്നങ്ങ് പോയി. പടം കാണുന്ന ഓഡിയൻസ് നമ്മൾ ഇപ്പോൾ മുമ്പേ നെഗറ്റീവ് പറഞ്ഞില്ല കുറേ പേര്, അതേപോലെ തന്നെ അതെന്താ ഹീറോ വില്ലനെ കുത്താഞ്ഞ എന്തായാലും കത്തി കൊണ്ട് അപ്പം തന്നെ കുത്തി താഴെ വീഴ്ത്തണ്ടായിരുന്നു, എന്ത് കാണിച്ചു വെച്ചിരിക്കുന്ന ഡയറക്ടർ, ഇങ്ങനെയാണോ പടം എടുക്കേണ്ട കോപ്പ് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ്. അതായത് ഈ പറഞ്ഞാണ് നെഗറ്റീവ്. അതിനു പകരം ആ വില്ലനെ ആ ഹീറോ എന്തുകൊണ്ട് കത്തി കൊണ്ട് കുത്തിയില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ എന്തുകൊണ്ട് കത്തി കൊണ്ട് കുത്തിയില്ല, ജീവനോട് വിട്ടത് എന്തിനാണെന്നുള്ളത് ചിന്തിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പടം വന്നിട്ട് ഇതിലും സൂപ്പർ ക്യൂരിയോസിറ്റി ആയിട്ട് ഫീലാകും. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയ അതേ ഫിലിം തന്നെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ആയിട്ട് ഫീലാകും. ഇങ്ങനെയാണ് ഒരു പടത്തിനെ നമ്മൾ വന്ന് കാണേണ്ട രീതി. അതിന് ശേഷം വന്നിട്ട് ആ കുത്താതെ പോയതിന് ഒരു സീനുണ്ടല്ലോ, ആ സീനും പിന്നീട് ആ പടത്തിൽ കാണിക്കുന്ന പടത്തിൻ്റെ സ്റ്റോറിയും പിന്നീട് ആ പടത്തിൽ കാണിക്കുന്ന മറ്റ് സീനുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, വേറെ പല പല സ്ഥലത്തായിട്ട് ഫീൽ ആകുക, ലാഗ് അടിക്കുമായിട്ട് ഫീൽ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വച്ചുകൊണ്ട് വേണം പറയാൻ. അതാണ് റിവ്യൂ, അതാണ് മൂവി റിവ്യൂ.